പാലായിലും നഗരസഭയിലേക്കുള്ള ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള ആളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു. വോട്ടെടുപ്പിലൂടെ ദിയ ബിനു പുളിക്കക്കണ്ടമാണ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലൊരു ധാരണയായിരുന്നു. പുളിക്കക്കണ്ടം ഫാമിലിയിൽ നിന്നൊരാളായിരിക്കണം ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരിക എന്നുള്ള കാര്യത്തിൽ ധാരണയായിരുന്നു. UDF-ൽ തന്നെ അത്തരത്തിലൊരു ധാരണ വന്നപ്പോൾ കോൺഗ്രസ് കൗൺസിലർമാർക്ക് അതിനോടൊരു വിയോജിപ്പുണ്ടായിരുന്നു. അത്തരത്തിലുള്ള വിയോജിപ്പുകളൊക്കെ കഴിഞ്ഞ ദിവസം പ്രകടമാക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാൽ പോലും പുളിക്കക്കണ്ടം ഫാമിലിയുടെ ആവശ്യങ്ങളോട് കൂട്ടുനിൽക്കുന്ന നിലപാടിലേക്കാണ് UDF ഏതായാലും എത്തിച്ചേർന്നത്. നിലവിൽ ദിയ ബിനു പുളിക്കക്കണ്ടം അവിടെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. സനോജ, ദിയ ബിനു പുളിക്കക്കണ്ടം പാലാ നഗരസഭ ഭരിക്കും. തീർച്ചയായിട്ടും ദിയ ബിനു പുളിക്കക്കണ്ടത്തെ പാലാ നഗരസഭയുടെ 22ാമത് ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. 26-അംഗ കൗൺസിലിൽ 14 പേരുടെ പിന്തുണ, അതായത് 4 വിമത സ്ഥാനാർത്ഥിമാർ ഉൾപ്പെടെ 14 പേരുടെ പിന്തുണയോടുകൂടിയാണ് ദിയ ബിനു പുളിക്കക്കണ്ടത്തെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തത്. LDF-ൽ നിന്ന് മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് 12 വോട്ടുകൾ ലഭിച്ചു. 12 പേരാണ് LDF-ന്റെ അംഗങ്ങളായിട്ടുള്ളത്. UDF-ന് 10 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 സ്വതന്ത്രരും ഒരു വിമതയും. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിനെ പരാജയപ്പെടുത്തിയാണ് വിമത മത്സരിച്ച് വിജയിക്കുന്ന സാഹചര്യമുണ്ടായത്. ആ വിമതയെ പിന്നീട് പാർട്ടി തിരിച്ചെടുക്കുകയും അവർക്ക് വൈസ് ചെയർപേഴ്സൺ സ്ഥാനം നീക്കിവെക്കുകയും ചെയ്തു. ഒരു കുടുംബത്തിൽ നിന്നും വിജയിച്ച 3 പേരിൽ ഒരാളാണ് ദിയ. ആ ദിയയ്ക്ക് ചെയർപേഴ്സൺ സ്ഥാനവും ലഭിച്ചു. ഇതിനെതിരെ കോൺഗ്രസ് പാർട്ടിയിൽ കടുത്ത എതിർപ്പുണ്ടായിരുന്നു. കോൺഗ്രസ് കൗൺസിലർമാർ ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ച, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ താല്പര്യങ്ങൾക്ക് മുന്നിൽ വിട്ടുവീഴ്ച നടത്തേണ്ടതില്ലെന്നുള്ള ഒരു വികാരമായിരുന്നു കോൺഗ്രസ് കൗൺസിലർമാർക്കുണ്ടായിരുന്നത്. എങ്കിലും പാർട്ടി വിപ്പ് പരിഗണിച്ചുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കടുത്ത അതിർത്തി ഈ കാര്യത്തിലുണ്ട്. അതായത് ഇത്തരത്തിൽ പാർട്ടിയുടെ നിലപാട് അടിയറവ് വെച്ചു എന്നുള്ളതാണ് പാർട്ടി കൗൺസിലർമാർക്കുള്ളത്. നിലവിൽ ഇപ്പോൾ ദിയെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടക്കും. ദിനിഷ.